പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, 2 കൂട്ടം പായസവും വന്നു. ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിപ്പം ഇവിടുത്തെ മലയാളികളുടെ ഓണാഘോഷ പരിപാടിക്ക് പോവാണ്. എന്ന് വെച്ചാൽ കുറച്ച് പേരേ ഉള്ളൂ, ഒരു 5 ഫാമിലി ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് എങ്ങനെയൊക്കെയാണ് ആഘോഷിച്ചതെന്നുള്ളത് നോക്കാം. ബോട്ടിലൊക്കെ പോലത്തെ സദ്യയാണ്, എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടുവരും. നമ്മളിത് എല്ലാം പാക്ക് ചെയ്തു. ഞാനൊന്നും ഉണ്ടാക്കണമെന്ന് വീഡിയോ എടുത്തില്ല, ജസ്റ്റ് ഓൾറെഡി ഇട്ടിട്ടുള്ളത്. നമ്മുടെ അച്ചാർ, പിന്നെ ഇതിനകത്ത് മോര് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഇത് പച്ചടി. അപ്പോൾ ഇത്രയാണ്. നമ്മളിപ്പോൾ ആർദ്രയുടെ വീട്ടിലാണ് പോകുന്നത്, അവിടെയാണ് ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. നമ്മളിപ്പം കേരള കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഇങ്ങനെ റോഡിലൂടെ നടക്കുമ്പോൾ ആളുകളാരും കാണരുതെന്ന് വിചാരിച്ചിട്ടാണ് വേഗം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇങ്ങനത്തെ ഏട്ടൻ പ്രശ്നമല്ല, നോർമലാണ്. ഞാനും വിക്കിയാണ്. വിക്കി മുണ്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദേ നമ്മൾ അവരുടെ ഫ്ലാറ്റിലെത്തി. ഞങ്ങളെല്ലാവരും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നേരത്തെയൊക്കെ വരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീടിനകത്ത് എത്തിയപ്പോഴത്തേക്കും എല്ലാവരും ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പൂക്കളൊക്കെ നമ്മൾക്ക് പിന്നെ ഇവിടെ ഒറിജിനൽ പൂക്കൾ അങ്ങനെ കിട്ടില്ലല്ലോ. അപ്പം പ്ലാസ്റ്റിക് പൂവൊക്കെയാണ് ഉപയോഗിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ നാട്ടിലാണെങ്കിൽ എല്ലാവരും ഈ പൂക്കളൊക്കെയാണ് ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നതല്ലേ. ഒറിജിനൽ പൂക്കൾ കിട്ടുകയാണെങ്കിൽ കൂടെ. പിന്നെ നമ്മൾ പതിവ് പോലെ അത്തപ്പൂക്കളൊക്കെ ഇട്ടു, പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് തന്നെ. ആദ്യം തന്നെ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം നമ്മൾ എത്ര അലങ്കോലം ആയാലും കുഴപ്പമില്ലല്ലോ. ഇപ്പം എല്ലാവരും റെഡിയായിട്ട് വന്ന് ആ ഒരു കൈയോടെ തന്നെ പിക്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കുട്ടികളൊക്കെ പിന്നെ ഭയങ്കര ബഹളവും കളിയൊക്കെയാണ്, അതുകൊണ്ട് തന്നെ വോയിസ് ഓവർ ചെയ്യേണ്ടി വരുന്നത്. ചിലതൊക്കെ ഇങ്ങനെ ഭയങ്കര ബഹളമായിട്ട് നമ്മൾ പറയണമെന്നും കേൾക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പം ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ജാനൂട്ടി ഇവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാക്കി ഓണ പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരും വിശന്നിരിക്കുകയാണ്. ഏകദേശം ഉച്ചയായി. എല്ലാവരും ഭക്ഷണം വീട്ടിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നു. ഓൾമോസ്റ്റ് ഒരു സദ്യക്കുള്ള എല്ലാ വിഭവങ്ങളും ആയിട്ടുണ്ട്. കുട്ടിപ്പട്ടാളങ്ങൾക്ക് ആദ്യം കൊടുക്കാമെന്ന് വിചാരിച്ചു. അവരെ സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാമല്ലോ. എല്ലാവരെ കൊണ്ടും സദ്യ കഴിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ പണി തന്നെയാണ്. കാരണം ഒരാളെ വിളിക്കുമ്പോൾ ഒരാൾ വരില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ട് നടക്കുകയാണ്. എല്ലാവരും ഭക്ഷണത്തിൻ്റെ ഫ്രണ്ടിലിരിക്കുമ്പോഴത്തേക്കും ഇവരുടെ മുഖമൊക്കെ കാണുമ്പോൾ എന്തോ നമ്മൾ ശിക്ഷ കൊടുത്ത പോലെയാണ് ഇരിക്കുന്നത്. ഇതിനു പകരം വേറെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ ആണെങ്കിൽ അവരുടെ മുഖം ഒന്ന് കാണണം. അപ്പോൾ ദേ നമ്മുടെ സദ്യ വിഭവങ്ങൾ ഒരുപാടുണ്ട്. ഞാനത് ഇലയിൽ വിളമ്പുമ്പം പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇലയിൽ അച്ചാറും അതുപോലെ അവിയൽ, ഉപ്പേരി, പിന്നെ ക്യാബേജിൻ്റെ തോരൻ, മധുരക്കറി, കൂട്ടുകറി, പിന്നെ പച്ചടി, അതുപോലെ ഇഷ്ടമുണ്ട്, ഇഞ്ചിപ്പുളി, പപ്പടം, പരിപ്പ് കറി, നെയ്യ്, പിന്നെ സാമ്പാറും 3 വക പായസം കൂടിയിട്ടുണ്ടായിരുന്നു. അതെ, എൻ്റെ ഇല തനിയെ അങ്ങോട്ട് നീങ്ങി പോകുന്നുണ്ട്. അപ്പോൾ നല്ല മട്ടേരി ചോറിൽ പരിപ്പും നെയ്യും ഒക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ടുള്ളൊരു സദ്യയായിരുന്നു. വാഴല മാത്രം നമ്മൾക്ക് റിയൽ ആയിട്ടുള്ള ഇല കിട്ടിയില്ല. അതും കൂടെ ആയിരുന്നെങ്കിൽ കാണാൻ ഒന്നുകൂടെ കളർഫുൾ ആയേനെ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഗെയിമൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നെ എല്ലാവരും കുറച്ച് കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുട്ടികളെ ഒന്ന് കരാക്കുളം കളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് റെഡിയാക്കി. അതവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴേക്കും തന്നെ ഒരു ടൈം എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചൊക്കെ കളിച്ചു എന്തായാലും എല്ലാവരും കൂടിയിട്ട്. Okay, next one. Out. In. Out. In. Out. In. In. Out. In. Out. In. In. Okay, throw. What's faster? Out. Rendu per body. Okay. Inside. Okay. In. Out. In. Out. 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 In. Out. In. Out. In. Out. Out. In. Out. 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 In. In. Out. അപ്പോൾ അടുത്ത ഐറ്റം നമ്മുടെ സുന്ദരിക്ക് പൊട്ടുകുത്തലാണ്. അത് പിന്നെ കുട്ടികളെ കൊണ്ട് കളിപ്പിച്ചില്ല, നമ്മൾ വലിയവരെല്ലാവരും കൂടിയിട്ടായിരുന്നു കളിക്കണ്ടായിരുന്നത്. അയ്യോ മിസ്സായി. കണ്ട പെർഫെക്റ്റാണ്. കുറച്ച് ലെഫ്റ്റ്. ആ ഓക്കെ. Okay, right. By pi r square. Video already. അങ്ങനെ സുന്ദരിക്ക് എല്ലാവരും പൊട്ടൊക്കെ തൊട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഡംഷെയർ ആർട്സ് കളിക്കാമെന്ന് വിചാരിച്ചു. അത് നമ്മൾ ഗേൾസ് ആൻഡ് ബോയ്സ് 2 ഗ്രൂപ്പായിട്ട് അങ്ങനെ കളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കളിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല കോമഡി ആയിരുന്നു എന്തായാലും ഈ ഒരു സംഭവം. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഗണപതി ഗണേശ
നക്ഷത്ര കൃഷ്ണപുരത്തെ നക്ഷത്ര കൊട്ടാരം മില്ല് തിളക്കം കൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം അല്ലേ? ആർക്കും தெரியாத കൃഷ്ണപുരത്തെ കൃഷ്ണ നക്ഷത്ര കൊട്ടാരം കറക്റ്റാണ് എല്ലാം കറക്റ്റാണ്. ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര കൊട്ടാരം. വെള്ളം വെള്ളത്തിന്റെ വേറെ പേര് വെള്ളം ജീവ ജീവിതം ജീവിത 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 നൗക ജീവിത നൗക 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 ജീവിത നൗക ഓട് ഓട് ഓടിക്ക് ഓടി നിൽക്ക് ഓട്ടം അല്ല ചാട്ടം ഓടി നീ അല്ല എൻഡ് പോയിന്റ് ഓടി ഫിനിഷ് ലൈൻ നിക്കോട് ഓടയിൽ നിന്ന് നീയും പക്ഷേ അത് പക്ഷേ ഇത് ആക്ടിങ് ഭയങ്കര അല്ല അത് പക്ഷേ ദോശ ചപ്പാത്തി ദോശ മതി ദോശ മതി അരൺമണി വീട് അരൺമണി വീട് തമിഴില്ലല്ലോ അതെ നിങ്ങൾ തമിഴ് പറഞ്ഞാൽ മതി. ഫസ്റ്റ് വേർഡ് വീട് വീടിന്റെ വേറെ മോളിലുള്ള മല 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 മലപ്പുറം മലപ്പുറം വീട് അല്ല മലപ്പുറം കത്തിയ മലപ്പുറം ഹാജിയ ഹാജി ആ സിനിമ എന്തൊക്കെ പൈസ കൊടുത്ത എന്താ സംഭാവന വീണ് പൈസ വീണ കൊടുത്ത് വീണ മണി മണി അല്ല പി പോപ്പ ആ പോപ്പാണോ വീയാണോ അല്ല വില വില വീണ വില്ല വിലക്ക് വാങ്ങി വീണ ദേശീയം മൂന്ന് ലെറ്റർ ആണോ ദേശീയം 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 രൗദ്രം രുദ്ര കലിപ്പ് കൽക്കി ദോഷം ചപ്പാത്തി എഴുതുന്നത് വരയ്ക്കുക ലെഫ്റ്റ് രാജാവ്
അങ്ങനെ ഗെയിംസൊക്കെ കഴിഞ്ഞ് ഒരുപാട് ടൈമായി. അപ്പോൾ പിന്നെ എല്ലാവരും പിരിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലാസ്റ്റായിട്ടൊരു ഫോട്ടോ കൂടെ എടുക്കുകയാണ് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്നിട്ട്. അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഒരു പ്രോത്സാഹന സമ്മാനം പോലെയായിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും ഷെയർ ചെയ്യണം. മെമ്മറി ഫുൾ ആയതുകൊണ്ട് കുറച്ച് ക്ലിപ്സൊക്കെ മിസ്സിംഗ് ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾക്കിനി കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.